ഈ കാപ്പയെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ രീതി റിപ്പോർട്ട് ചെയ്യുന്നത്. ശരൺ ചന്ദ്രൻ യുവജന മോർച്ചയുടെ മലയാലപ്പുഴ, തണ്ണിത്തോട്, ചിറ്റാർ, സേതോട് അവിടുന്ന് ചിറ്റാർ മേഖലയുടെ മേഖലാ പ്രസിഡൻ്റായിരുന്നു 4 മാസം വരെ. RSSൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു. ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അവിടെ കൂടുതലും സംഘടനകൾ ഉണ്ടായിട്ടുള്ളത് CPM-ഉം DYF-ഉം ആയിട്ടാണ്. അയാൾ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാപ്പ സ്വാഭാവികമായി എടുക്കുന്നത് സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരായിട്ടാണ്. പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല കാപ്പ. ശരത്ചന്ദ്രനെ പോലീസ് കാപ്പയിൽ തന്നെ 2 ഉണ്ട്. ഒന്ന് കാപ്പ 3-ഉം കാപ്പ 15-ഉം. കാപ്പ 15 എന്ന് പറഞ്ഞാൽ IG ആണ് തീരുമാനിക്കുന്നത്, DIG ആണ് തീരുമാനിക്കുന്നത്. അതിന് ചുമത്തിക്കഴിഞ്ഞാൽ തന്നെ റിവ്യൂ കമ്മിറ്റിയുണ്ട്. അതിന് സ്വാഭാവികമായും പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് കേസ് വന്നതുകൊണ്ട് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ താക്കീത് ചെയ്തു. സ്വാഭാവികമായി കാപ്പയിൽ പെടുന്ന ആളുകളെ 15-ലാണെങ്കിൽ പോലീസ് അവരെ ഒന്നിൽ ജില്ലയിൽ നിന്ന് 6 മാസത്തേക്ക് ജില്ലയിൽ നിന്ന് മാറി വെക്കാൻ പറയും. വീണ്ടും കേസിൽ പ്രതിയായാൽ കാപ്പ 3 എടുത്തിട്ട് കളക്ടറാണ് ജയിലിലടയ്ക്കൂ, അല്ലെങ്കിൽ വീണ്ടും 1 വർഷത്തേക്ക് അല്ലെങ്കിൽ നാട് കടത്തുകയും ചെയ്യും. ഇത്തരം ഒരു കേസിലൊന്നും അദ്ദേഹം പ്രതിയായിട്ടില്ല. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഇനിയും കേസിൽ പ്രതിയാവരുത്, അതാണ് കേസിൽ പ്രതിയായിരിക്കണേ. അതുകൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കോടതിയുടെ ജാമ്യത്തിൻ്റെ കണ്ടീഷനാണ് നിങ്ങൾ മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കണം. അത് DIയുടെ പ്രവർത്തകർക്കുണ്ട്. കാരണം സ്വാഭാവികമായി അദ്ദേഹം RSSലും യുവമോർച്ചയിലും നിന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധനായിരുന്നു. കാരണം RSSൽ നിന്നപ്പോഴാണ്, RSSന് വേണ്ടിയാണ് അയാൾ ഈ കേസിലെല്ലാം പ്രതിയായത്. ശബരിമല കേസിൽ അദ്ദേഹം പ്രതിയാണ്. ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ്. ശരത് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 63ഓളം വരെ ചെറുപ്പക്കാർ, അവർക്ക് മനസ്സിലായി അവരെ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായപ്പോഴാണ് അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അദ്ദേഹം കാപ്പ കേസിൽ പ്രതിയല്ല. കാപ്പയെന്ന് പറഞ്ഞാൽ ഒരു പീരീഡിൽ മാത്രം ഉള്ളതാണ്. 6 മാസമാകുമ്പോൾ ആ കേസ് തീർന്നു കഴിഞ്ഞു. അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയിൽ പ്രതിയായിട്ടല്ല. അതിൽ 6 മാസത്തേക്ക് പിന്നെ പോലീസ് തീരുമാനിക്കും, അതുകൊണ്ട് കളക്ടർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. അത് കഴിയുമ്പോൾ ആ കേസില്ല. ഒരു നനനടപ്പെന്ന് പറയും. എന്നുവെച്ചാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പോലീസാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ശരത് ചന്ദ്രനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ യുവജന മോർച്ചയുടെ ഒരു ഏരിയയിലെ 4 പഞ്ചായത്തിലെ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കേസിൽ പ്രതിയായിട്ടുണ്ട്. അതൊന്നും ആ പ്രസ്ഥാനത്തിന് വേണ്ടി, ആ പ്രസ്ഥാനം അവരെ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഇത്രയാളെ ശരത് മാറുമ്പം വേറെ ബാക്കിയുള്ളൊരു വരത്തില്ലല്ലോ. അന്നേരം അവരെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായതിൽ നിന്ന് അതിൽ നിന്ന് മോചനമായി കഴിഞ്ഞാലും മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ്. ശരൺചന്ദ്രൻ RSSലും അതുപോലെ തന്നെ യുവമോർച്ചയിലും നിന്നപ്പോൾ നിങ്ങളുടെ
ഇത്തരം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ശരിയായ രീതിയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായിട്ട് കാണുന്നത്. അത് സാമൂഹ്യ വിരുദ്ധൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ DIG റിപ്പോർട്ടിനകത്ത് ഈ ഇഡലി എന്ന് വിളിക്കുന്ന ഇന്നയാളുടെ മകൻ ശരൺചന്ദ്രൻ നിങ്ങൾ അറിയപ്പെടുന്ന റൗഡിയാണ്, നിങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധ തടയൽ നിയമം കാപ്പ പ്രകാരം നിങ്ങളെ ചുമത്തിയിട്ടുള്ള നിങ്ങൾ ഈ ഇന്ന അധികാര പരിധിക്ക് വിട്ടു പോകരുത്, അയാളെ സഞ്ചാരപഥം നിയന്ത്രിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16-ാം തീയതി അയാൾ കാപ്പ ലംഘിക്കുന്ന അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവിടുന്ന് ജാമ്യത്തിൽ ഇറങ്ങി കോടതിയിലെ ഗേറ്റിലെത്തിയപ്പോൾ വീണ്ടും അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോയി ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടി അദ്ദേഹം ഇപ്പം ഈ കഴിഞ്ഞ ജൂൺ 21 പുറത്തിറങ്ങിയത്. അപ്പോൾ ആ കാപ്പ വിദൂരമായ ഒരു കാപ്പയാണ്. കാപ്പയ്ക്ക് എപ്പോഴും അതിനൊരു പീരീഡുണ്ട്, അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയെന്ന് പറയത്തില്ല. മനസ്സിലായോ? കാപ്പ എന്ന് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണ. കാപ്പ ഒന്ന് ചുമത്തിയാൽ അതിന് 6 മാസം, മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ കളക്ടർ തീരുമാനിച്ചാൽ 1 വർഷം ഒരു പീരീഡുണ്ട്, അല്ലാതെ ജീവിതകാലം മുഴുവൻ കാപ്പയായിട്ട് ഒരാളുടെ മുദ്ര കുത്തപ്പെടുകയല്ല. അത് RSSന് വേണ്ടിയാണ്, RSSന് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. ക്രിമിനലല്ല, ക്രിമിനലാണെന്ന് അയാളൊരു പ്രസ്ഥാനത്തിൻ്റെ ഏരിയ പ്രസിഡൻ്റായിരുന്നു. ആ കേസ് എല്ലാവരുടെയും പേരിലുണ്ടല്ലോ. കേസ് എല്ലാവരുടെയും പേര് കേസുണ്ടാവും. അത് പറയട്ടെ, അതെല്ലാം രാഷ്ട്രീയപ്രേരിതമായ കേസുകളാണ്. പൊളിറ്റിക്കൽ കേസ് അല്ലാതെ ഒരു കേസുമില്ല. ഇപ്പോൾ അവസാനമായി ഉണ്ടായെന്താ, അതും DFIയുമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഈ മലയാളപ്പുഴയിലെ പാർട്ടി സഹാക്കളൊക്കെ പല വാട്സപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് ഇടുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയല്ലെന്നൊക്കെ. അങ്ങനെ ഇടാൻ കാര്യമുണ്ട്? പാർട്ടിക്കാരല്ലല്ലോ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തോട് പാർട്ടി നിൽക്കും. പ്രതികളൊന്നും നമ്മൾ തീരുമാനിക്കുന്നില്ല. നിങ്ങൾ പ്രതികളെ പ്രതികളെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളല്ലല്ലോ, അത് കോടതിയാണ്. മാധ്യമങ്ങൾ തീരുമാനിക്കുന്നവരെല്ലാം പ്രതികളാവത്തില്ല. പോലീസ് കേസെടുക്കുന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയല്ലല്ലോ. ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല. അതാദ്യം നിങ്ങൾ ബോധ്യമാവണം. അയാളെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട്. അത് RSSൻ്റെ രാഷ്ട്രീയമാണ്. ആ RSSൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത്. അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിലൊരു വാർത്തയുമില്ല. അയാൾ പരിശുദ്ധനാണ്. ഇപ്പോഴോ അയാളത് വിട്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ക്രിമിനലായി മാറുന്നു. അവരതിൽ ഒരാൾ ഞാനിതുവരെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അത് നിർത്തിയാലും പിന്നെ അയാൾ കുഴപ്പക്കാരനാണോ?